ഹായ്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം ടൂർസ് നടത്തുന്ന ആഫ്രിക്കൻ യാത്രകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന എലഫന്റ് ഹിൽസ് റിസോർട്ടിലാണ് ഞങ്ങളുടെ താമസം. ഒരു കാലത്ത് ആനകളും മറ്റു മൃഗങ്ങളും ധാരാളമായി വിലസിച്ചിരുന്ന സാംബസി നദിയുടെ അഭിമുഖമായുള്ള കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ സവിശേഷത അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. 1993 അന്നത്തെ പ്രസിഡന്റായിരുന്ന റോബർട്ട് മുഗാംബയാണ് ഈ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക സൗകര്യങ്ങളുള്ള ഏകദേശം 270-ലധികം മുറികളും സൂട്ടുകളും ഇവിടെയുണ്ട്. ശരാശരി 25,000 രൂപയാണ് ഇവിടുത്തെ മുറി വാടക. ഈ പ്രദേശത്തെ 18 ഹോൾ ചാമ്പ്യൻഷിപ്പ് ഗോൾഫ് കോഴ്സ് ഉള്ള ഒരേ ഒരു റിസോർട്ടാണിത്. 18 ഹോൾ ഗോൾഫ് കോഴ്സിന് മാത്രം 150 ഏക്കറോളം സ്ഥലം വേണമെന്നിരിക്കെ ഈ റിസോർട്ട് സമുച്ചയത്തിൻ്റെ വിസ്തീർണം നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമല്ലോ. മാനുകളും കാട്ടുപന്നികളും യഥേഷ്ടം അലിഞ്ഞു നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ആഫ്രിക്കൻ ശൈലിയിലുള്ള അലങ്കാരങ്ങളോട് കൂടെ അന്താരാഷ്ട്ര ഹോട്ടൽ സുഖസൗകര്യങ്ങൾ നൽകുന്ന ഇവിടുത്തെ സേവനങ്ങൾ പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായതും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തിൽ ഇടം പിടിച്ചതും ലോകത്തിലെ 7 പ്രകൃതി അത്ഭുതങ്ങളിലൊന്നുമായ വിക്ടോറിയ ഫോൾസിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഞാനിപ്പോൾ. പ്രാദേശിക ഗോത്ര സംഘങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും അവരുടെ കരകൗശല സാമഗ്രികൾ വിൽക്കുന്ന ചെറിയ കടകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രദേശത്തുകൂടെയാണ് അതിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് നാം എത്തുന്നത്. അവിടെ നിന്നും ഗേറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എത്തുന്നത് ഒരു മഴക്കാട്ടിലേക്കാണ്. ഇതൊരു യഥാർത്ഥ ഉഷ്ണമേഖലാ മഴക്കാടല്ല, മറിച്ച് സാംബസിയുടെ നദീതീര വനത്തിന്റെ ഒരു വിപുലീകരണമാണ്. അങ്കോള, ബോസ്വാന, നമീബിയ, സാംബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിൽ ഏകദേശം 5,20,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന 36-ലധികം സംരക്ഷിത പ്രദേശങ്ങളെയും വന്യജീവി ഇടനാഴികളെയും ആവാസ വ്യവസ്ഥകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതിർത്തി കടന്നുള്ള വന്യജീവി സഞ്ചാരവും മേഖലയിലെ സമ്പന്നമായ ജൈവ വൈവിധ്യവും സാധ്യമാക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂസംരക്ഷണ മേഖലയായ കവാങ്കോ സാംബസി ട്രാൻസ്ഫ്രണ്ടിയർ കൺസർവേഷൻ ഏരിയയുടെ ഒരു ഭാഗമാണിത്. കാസ എന്നറിയപ്പെടുന്ന ഈ ഉടമ്പടി 2011 ഇവിടെ വച്ചാണ് ഒപ്പുവെച്ചത്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയുടെ അരികിലായി ഇവിടെ കണ്ടുവരുന്ന ആന, ഹിപ്പോ, കാണ്ടാമൃഗം എന്നിവയുടെയൊക്കെ തലയോട്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പാത ചെന്ന് ചേരുന്നത് വെള്ളച്ചാട്ടത്തിന് ഇരമ്പൽ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് തിരിയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഭൂമിയെ കുലുക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന് വിക്ടോറിയ എന്ന് പേര് നൽകിയ ഡേവിഡ് ലിവിങ്സ്റ്റണിന്റെ ഒരു വെങ്കല പ്രതിമ കാണാം. 1855 വരെ പ്രാദേശിക ഗോത്രവർഗങ്ങൾക്ക് മാത്രം മോസി ഓ ടുന്യ അല്ലെങ്കിൽ ദ സ്മോക്ക് ദാറ്റ് തണ്ടേഴ്സ് എന്നോ ഇടിനാദങ്ങളുടെ പുകയെന്നോ ഒക്കെ പരിഭാഷപ്പെടുത്താവുന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വെള്ളച്ചാട്ടം ആദ്യമായി ഡോക്യുമെന്റ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച സ്കോട്ടിഷ് പര്യവേഷകന്റെ പ്രതിമ. വെള്ളച്ചാട്ടത്തിന്റെ പടിഞ്ഞാറൻ അറ്റത്തേക്ക് നോക്കിക്കൊണ്ട് സിംബാബ്വെയുടെ ഭാഗത്താണ് പ്രതിമ നിൽക്കുന്നത്. കൊളോണിയൽ ചരിത്രവും ആഫ്രിക്കൻ ഭൂപ്രകൃതിയും കല്ലിലും വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉയരുന്ന ജലഗണങ്ങളിലും കൂടിച്ചേരുന്ന ഒരു സ്ഥലം. ഇത് കണ്ടെത്തലിന്റെ ഒരു ഓർമ്മപ്പെടുത്തലല്ല, മറിച്ച് ദശലക്ഷം വർഷങ്ങളായി ആരും അറിയാതിരുന്ന ഒരു വെള്ളച്ചാട്ടം ഒരു ലോകപ്രശസ്ത ലാൻഡ്മാർക്കായി മാറിയതിന്റെ അടയാളമാണ്. പലർക്കും ഈ വെള്ളച്ചാട്ടങ്ങളെ ആദ്യമായി ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു പര്യവേഷകന്റെ സ്മാരകമാണിത്. എന്നാൽ മറ്റു ചിലർക്ക് ഇത് കൊളോണിയലിസത്തിന്റെ വേദനാജനകമായ പ്രതീകമാണ്. മോസി ഓ ടുന്യ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഭൂപ്രകൃതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിദേശിയുടെ പ്രതിമ. എങ്കിലും പുകയുന്ന ഇടിനാദങ്ങളുടെ കഥയുടെ പേരിൽ നടക്കുന്ന സംവാദങ്ങളുടെ നിശബ്ദ സാക്ഷിയായി ഇന്നും ഈ പ്രതിമ ഇവിടെ നിലകൊള്ളുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിലെ പാറക്കെട്ടുകളുടെ ഇരുവശത്തുമായി 19 പ്രധാന വ്യൂ പോയിന്റുകളുണ്ട്. സിംബാബ്വെയുടെ വശത്ത് 16 എണ്ണവും സാംബിയയുടെ വശത്ത് 3 എണ്ണവും. മഴക്കാടുകളിലൂടെ നന്നായി പരിപാലിക്കുന്ന പാതകളുള്ള സിംബാബ്വെ വശത്താണ് ഏറ്റവും പൂർണ്ണമായ കാഴ്ചകൾ ലഭിക്കുന്നത്. 75% വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കുന്ന ഈ പാതയിലൂടെയുള്ള നടത്തം വെള്ളച്ചാട്ടം, മലയിടുക്ക്, സാംബസി നദി എന്നിവയുടെയൊക്കെ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ഫസ്റ്റ് തണ്ടർ അല്ലെങ്കിൽ ആദ്യത്തെ ഇടിമുഴക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആദ്യത്തെ 2 പോയിന്റുകൾ സ്ഥിതി ചെയ്യുന്നത്. മരങ്ങൾക്കിടയിലൂടെയുള്ള വിദൂര മുഴക്കവും മൂടൽമഞ്ഞും നിറഞ്ഞ ഇരമ്പുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ കാഴ്ച ഇവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വെയിലേറ്റ് തിളങ്ങുന്ന മഴവില്ല് ഈ കാഴ്ചയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. ചെയിൻ വാക്ക് എന്ന് വിളിക്കുന്ന 2ാമത്തെ വ്യൂ പോയിന്റിലേക്ക് വഴുക്കലുള്ള കുത്തനെയുള്ള കൽപ്പടികൾ ഇറങ്ങി വേണം പോകുവാൻ.
ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് കാലഘട്ടത്തിൽ വൻതോതിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം ഈ പ്രദേശത്തുടനീളം വ്യാപിച്ച ലാവാ പാളികൾ കൊണ്ട് രൂപം കൊണ്ട ഒരു വിശാലമായ പീഠഭൂമിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കാലക്രമേണ ബസാൾട്ട് തണുത്തപ്പോൾ ഭൂമിയിലെ ടെക്ടോണിക് വ്യതിയാനവും നദിയുടെ ഒഴുക്കും കാരണം സാവധാനം ഈ പാറയിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് ആ വിള്ളലുകൾ വലുതായി ആഴത്തിലുള്ള മലയിടുക്കായി പരിണമിച്ചു. ഈ പ്രക്രിയ പലതവണ ആവർത്തിച്ചപ്പോൾ ഇന്ന് കാണുന്ന വളഞ്ഞു പുളഞ്ഞു പോകുന്ന മലയിടുക്കുകളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഫോസിലൈസ് ചെയ്ത അഗ്നിപർവ്വത അടിത്തറയിൽ പൂർണ്ണമായും മണ്ണൊലിപ്പിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രതിഭാസമാണിത്. ഇന്നും തുടരുന്ന ഈ പ്രക്രിയ കാരണം വെള്ളച്ചാട്ടം സാവധാനം മുകളിലേക്ക് പിൻവാങ്ങുന്നുണ്ടെന്നാണ് ഭൂമിശാസ്ത്ര പഠനങ്ങൾ പറയുന്നത്. അതായത് ഏകദേശം 1.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആദ്യകാല പൂർവികർ കണ്ടിരുന്ന വെള്ളച്ചാട്ടം ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ വ്യത്യസ്തവും ഇവിടെ നിന്നും കുറച്ചുകൂടെ താഴെയുമായിരുന്നു. ഇവിടെ നിന്നും വഴി തിരിയുന്നത് 3, 4, 5 പോയിന്റുകൾ സ്ഥിതി ചെയ്യുന്ന ഡെവിൾസ് കാറ്ററാക്റ്റിലേക്കാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ളതും താഴ്ന്നതുമായ ഡെവിൾസ് കാറ്ററാക്ട് വെള്ളച്ചാട്ടത്തിന്റെ അതിശക്തമായ ഒരു ഭാഗമാണ്. ഡേവിഡ് ലിവിങ്സ്റ്റോൺ മലയിടുക്കിന്റെ അരികിലെത്തിയപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ ഭാഗമായിരുന്നു ഇത്. അദ്ദേഹം ഇതിനെ ലീപ്പിംഗ് വാട്ടർ എന്നായിരുന്നു വിളിച്ചത്. ഇവിടെ ഏകദേശം 60 മീറ്ററോളം ഇടുങ്ങിയ മലയിടുക്കിലേക്ക് വീഴുന്ന നദി സൃഷ്ടിക്കുന്ന ശക്തമായ പ്രവാഹങ്ങളും മൂടൽമഞ്ഞിന്റെ കട്ടിയുള്ള മേഘങ്ങളും ഈ പ്രദേശത്തെ ഏറ്റവും ജനപ്രിയമായ വ്യൂ പോയിന്റുകളിൽ ഒന്നാക്കി മാറ്റുന്നു. ഇവിടെയുള്ള ടോങ്ക പോലുള്ള ആദിമ തദ്ദേശീയ സമൂഹങ്ങൾ ഈ പ്രദേശത്തെ ആത്മീയമായി പ്രാധാന്യമുള്ളതായി കണക്കാക്കുകയും അടുത്തുള്ള ദ്വീപുകളിൽ പരമ്പരാഗത ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ആദ്യകാല യൂറോപ്യൻ മിഷണറിമാരും കുടിയേറ്റക്കാരും ഈ ആചാരങ്ങളെ പിശാചുക്കളുടെ ആരാധന എന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെയാണ് ഇതിന് ഡെവിൾസ് കാറ്ററാക്ട് എന്ന പേര് ലഭിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മരക്കുരിശുണ്ടായിരുന്നു എന്ന സ്ഥിരീകരിക്കാത്ത കഥകളും പറയപ്പെടുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന ഭാഗം കാണാൻ സാധിക്കുന്നത് 6 മുതൽ 10 വരെയുള്ള വ്യൂ പോയിന്റുകളിൽ നിന്നുമാണ്. 6ാമത്തെ പോയിന്റിൽ നിന്ന് വിശാലമായ സാംബസി നദി പാറക്കെട്ടിന് മുകളിലൂടെ ആദ്യത്തെ മലയിടുക്കിലൂടെ താഴേക്ക് വീഴുന്നത് കാണാം. 7ാമത്തെ വ്യൂ പോയിന്റ് കാറ്ററാക്ട് ഐലൻഡ് വ്യൂ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപായ കാറ്ററാക്ട് ഐലൻഡ് വ്യക്തമായി കാണാൻ കഴിയും. 8 മുതൽ 10 വരെയുള്ള പോയിന്റുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ദശലക്ഷം വർഷങ്ങളായി സാംബസി നദി ഒഴുകുന്ന ബസാൾട്ട് പാറക്കൂട്ടങ്ങളുടെയും അതിനു ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തിന്റെയും യഥാർത്ഥ കാഴ്ച ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. വ്യൂ പോയിന്റ് 8 ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം നമുക്ക് തരുന്നത്. ഏകദേശം 150 മീറ്റർ വീതിയുള്ള വിശാലമായ ഒരു ജലപാളി 100 മീറ്ററിലധികം താഴേക്ക് വീഴുന്ന കാഴ്ച അതിശയിപ്പിക്കുന്നതാണ്. ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ മുഴക്കം അതിന്റെ ഉച്ചസ്ഥായിലെത്തുകയും മൂടൽമഞ്ഞ് ഒരു ജീവനുള്ള മതിൽ പോലെ ഉയരുകയും ചെയ്യുന്നു. പാറക്കെട്ടിന് മുകളിലൂടെ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്നത് ഈ ഭാഗത്തുകൂടിയാണ്. മിനിറ്റിൽ 7 ലക്ഷം ക്യൂബിക് മീറ്റർ വരെ ജലപ്രവാഹമുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ 30 കിലോമീറ്റർ അകലെ നിന്ന് പോലും കേൾക്കാം. ഏകദേശം 400 മീറ്റർ വരെ ഉയരുന്ന മൂടൽമഞ്ഞ് മേഘങ്ങൾ 20 കിലോമീറ്റർ അകലെ നിന്ന് വരെ കാണാനും കഴിയും. ഇവിടെയാണ് ദ സ്മോക്ക് ദാറ്റ് തണ്ടേഴ്സ് എന്ന പ്രയോഗം അന്വർത്ഥമാകുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിശാസ്ത്രവും പ്രാദേശിക കഥകളും വിശ്വാസങ്ങളും ഒത്തുചേർന്ന് സാംബസി നദിയുടെ പാറയിൽ ആഴത്തിൽ കൊത്തിയെടുത്തതാണ് ഈ പ്രകൃതി അത്ഭുതം. 1855 ഡേവിഡ് ലിവിങ്സ്റ്റോൺ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഇടിമിന്നലിന്റെ പുക എന്നർത്ഥം വരുന്ന മോസി ഓ ട്വിന്യ എന്ന ഈ വെള്ളച്ചാട്ടം തദ്ദേശിക ജനത സന്ദർശിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു. പുരാവസ്തു തെളിവുകൾ പ്രകാരം ആദ്യകാല വേട്ടക്കാർ മുതൽ ലിവിങ്സ്റ്റണെ വെള്ളച്ചാട്ടത്തിലേക്ക് നയിച്ച മെക്കോളോലോ പോലുള്ള പിൻകാല സമൂഹങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടം പവിത്രമായിരുന്നു. അനുകൂലമായ കാലാവസ്ഥ, ഫലഭൂയിഷ്ഠത, മാർഗനിർദ്ദേശം എന്നിവയൊക്കെ തേടുന്നതിനായി ആചാരങ്ങൾ നടത്തിയിരുന്ന ആത്മീയ ശക്തി നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇവിടം. പ്രാദേശിക ഇതിഹാസങ്ങൾ വെള്ളച്ചാട്ടത്തിന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥം നൽകുന്നു. വെള്ളത്തിൽ വസിക്കുന്ന സർപ്പത്തെ പോലെയുള്ള ന്യാമി ന്യാമി എന്ന നദീദേവന്റെ വാസസ്ഥലമാണ് ഇതെന്ന് ചില കഥകൾ പറയുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിലെ പാലം പണിയുമ്പോൾ സംഭവിച്ച വെള്ളപ്പൊക്കവും മരണങ്ങളും അദ്ദേഹത്തിന്റെ കോപമായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റൊരു കഥയിൽ തന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈ വെള്ളച്ചാട്ടത്തിൽ ത്യാഗം ചെയ്ത ഒരു യുവതിയെക്കുറിച്ച് പറയുന്നു. മൂടൽമഞ്ഞിലും കാറ്റിലും അവളുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം. പ്രാദേശിക മൂപ്പന്മാർക്ക് ഈ വെള്ളച്ചാട്ടം ഒരു പ്രകൃതിദത്ത കാഴ്ച മാത്രമല്ല, ഒരു ആത്മീയ കവാടമാണ്. ജീവിക്കുന്നവരും പൂർവികരും അദൃശ്യ ശക്തികളും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം. ഈ വിശാലമായ ജലതിരശ്ശീലയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല, പുരാതന പ്രാർത്ഥനകളും കഥകളും നിറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ ഇരുമ്പലിലൂടെ ഒരു ജീവിക്കുന്ന കഥ അനുഭവിക്കുകയും ചെയ്യുന്നു.
10 മുതൽ 13 വരെയുള്ള പോയിന്റുകളിൽ മഴക്കാടുകൾ പതുക്കെ അപ്രത്യക്ഷമാവുകയും സാവന്ന പോലുള്ള സസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടത്തിന്റെ കിഴക്കൻ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് ലഭിക്കുന്നത്. വെള്ളച്ചാട്ടത്തിന്റെയും താഴെയുള്ള മലയിടുക്കിന്റെയും വിശാലമായ പനോരമ ഇവിടെ നിന്നും കാണാൻ കഴിയും. 10ാമത്തെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമായ റെയിൻബോ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളാണ് വ്യൂ പോയിന്റ് 11 കാണുന്നത്. ഇവിടെയാണ് വെള്ളച്ചാട്ടം 108 മീറ്റർ താഴ്ചയിലേക്ക് പതിക്കുന്നത്. നിരന്തരമായ സ്പ്രേയും സൂര്യപ്രകാശവും കാരണം മനോഹരമായ മഴവില്ലുകൾ മിക്കവാറും ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തിന് ഈ പേര് ലഭിച്ചത്. വ്യൂ പോയിന്റ് 12 ലിവിങ്സ്റ്റോൺ ഐലൻഡ് വ്യൂ എന്നാണ് വിളിക്കുന്നത്. മക്കലോലോ വർഗ്ഗക്കാരുടെ സഹായത്തോടെ സാംപസയിലൂടെ തുഴഞ്ഞെത്തിയ ലിവിങ്സ്റ്റോൺ ആദ്യമായി വെള്ളച്ചാട്ടം കണ്ടെത്തിയത് ഇവിടെയാണ്. ലിവിങ്സ്റ്റോൺ ദ്വീപിന്റെ അടുത്ത് സാംബിയുടെ വശത്ത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു ഇൻഫിനിറ്റി പൂളാണ് ഡെവിൾസ് പൂൾ. ഓഗസ്റ്റ് പകുതി മുതൽ ജനുവരി പകുതി വരെ മാത്രമേ ഇത് തുറക്കൂ. താഴ്ന്ന ജലനിരപ്പുള്ളപ്പോൾ പാറക്കെട്ടിന്റെ വിടവിനുള്ളിൽ തങ്ങി നിൽക്കുന്ന വെള്ളമാണിത്. ധൈര്യശാലികൾക്ക് മഴവില്ലുകൾക്കും മൂടൽമഞ്ഞിനും ഇടയിൽ പരിശീലകരോടൊപ്പം ഇവിടെ നീന്താൻ സാധിക്കും. വ്യൂ പോയിന്റ് 13 സ്ഥിതി ചെയ്യുന്ന ഹോഴ്സ് ഷൂ വെള്ളച്ചാട്ടം 95 മീറ്റർ താഴ്ചയിലേക്കാണ് പതിക്കുന്നത്. 1708 മീറ്റർ നീളത്തിലുള്ള വിക്ടോറിയ ഫോൾസിൽ 5 പ്രധാന വെള്ളച്ചാട്ടങ്ങളാണുള്ളത്. അതിൽ സിംബാബ്വേയുടെ ഭാഗത്തെ അവസാനത്തേതും 4ാമത്തെയും വെള്ളച്ചാട്ടമാണ് ഹോഴ്സ് ഷൂ ഫോൾസ്. 13 മുതൽ 16 വരെയുള്ള പോയിന്റുകൾ വെള്ളച്ചാട്ടത്തിന്റെ ബറ്റോക്ക മലയിടുക്കിലേക്കുള്ള യാത്രയാണ് കാണിക്കുന്നത്. പാറക്കെട്ടുകളുടെ അരികിലെ നടപ്പാതകളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് വർഷത്തെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ബസാൾട്ട് പാളികളിലൂടെ വെള്ളം കുതിച്ചു ചാടുന്നത് കാണാം. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം 80% കാഴ്ചകളും ലഭിക്കുന്നത് സിംബാബ്വെ സൈഡിൽ നിന്നുമാണ്. സിംബാബ്വെ സൈഡിലുള്ള മഴക്കാടിലൂടെയുള്ള നടപ്പാതയുടെ കിഴക്കേയറ്റമാണ് 16ാമത്തെ വ്യൂ പോയിന്റ്. ഇതാണ് അവസാനത്തെ വ്യൂ പോയിന്റ്. സിംബാബ്വെക്കും സാംബിയയ്ക്കും ഇടയിലുള്ള മലയിടുക്കിലൂടെ വ്യാപിച്ചു കിടക്കുന്ന പ്രശസ്തമായ വിക്ടോറിയ പാലം ഇവിടെ നിന്നും കാണാൻ കഴിയും. സിംബാബ്വെക്കും സാംബിയയ്ക്കും ഇടയിലുള്ള പ്രധാന അതിർത്തി ക്രോസിംഗ് ആയ ഐക്കണിക് സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജാണിത്. 1905 നിർമ്മിച്ച ഇത് വെള്ളച്ചാട്ടത്തിന്റെയും മലയിടുക്കുകളുടെയും അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. 198 മീറ്റർ നീളമുള്ള ഈ പാലത്തിൽ ഒരു റെയിൽവേ ലൈനും 2 റോഡ് പാതകളും കാൽനട നടപ്പാതകളും ഉണ്ട്. വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഇടുങ്ങിയ വിടവിലൂടെ നുരഞ്ഞു പൊന്തുന്ന ഒരു റിബൺ പോലെ സാംബസി നദിയുടെ താഴേക്കുള്ള പ്രയാണം ഇവിടെ നിന്നും കാണാം. ബഞ്ചി ജമ്പിംഗ് പോലുള്ള സാഹസിക വിനോദങ്ങൾക്ക് കൂടിയുള്ള ഒരു സ്ഥലമാണിത്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിലെ ദേശീയോദ്യാനത്തിലൂടെ തിരികെ നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ എന്നെ പിന്തുടരുന്നത് പോലെ തോന്നി. ഇത് വെറും ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, പ്രകൃതിയുടെ ശക്തി, ആഴത്തിലുള്ള ചരിത്രം, ജീവിത സംസ്കാരമൊക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. ചില സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ അനുഭവിക്കാനും കൂടിയുള്ളതാണ്. സിംബാബ്വേയുടെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.